നമസ്കാരം. ജില്ലാ വാർത്തകൾ. നീതിക്ക് വേണ്ടി വർഷങ്ങളായി സമരം ചെയ്യുന്ന കോൺഗ്രസ് തൊഴിലാളികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് വ്യവസായ മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ പ്രതികരണം തൊഴിലാളികൾ തള്ളിക്കളയുകയാണ്. തങ്ങളുടെ സമര വീര്യത്തെ തളർത്താൻ ഒന്നിനും കഴിയില്ലെന്നും നീതി കിട്ടും വരെ സമരം തുടരുമെന്നും തൊഴിലാളികൾ. വാർത്ത കാണാം. പ്രധാന വാർത്തകൾക്കു ശേഷം. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനം കോഴിക്കോട് ജില്ലയിൽ സമ്മിശ്ര പ്രതികരണം. കടകൾ ഭൂരിഭാഗവും തുറന്നു, വാഹനങ്ങളും നിരത്തിലിറങ്ങി. പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പ്രകടനങ്ങൾ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പ്രവാസി ഭാരത് ദിവസ് ദിനാചരണം. ഗുജറാത്തി സ്ട്രീറ്റിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെയുണ്ടായ കരിയോയിൽ ആക്രമണത്തിൽ ഗുജറാത്തി സമൂഹത്തിന്റെ പ്രതിഷേധം. കമ്മീഷണർക്കും കലക്ടർക്കും മേയർക്കും പരാതി നൽകി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനം കോഴിക്കോട് ജില്ലയിൽ ഭാഗിക പ്രതികരണം. ചുരുക്കം പൊതുവാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. കടകൾ ഭൂരിഭാഗവും തുറന്നു പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്ക് രണ്ടാം ദിനം പിന്നിട്ടപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഭാഗിക പ്രതികരണം. കടകൾ തുറക്കുമെന്ന വ്യാപാരികളുടെ തീരുമാനം നടപ്പിലാക്കി വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും തുറന്നു പ്രവർത്തിച്ചു. ആദ്യ ദിനത്തെ അപേക്ഷിച്ച് കൂടുതൽ പൊതുവാഹനങ്ങൾ നിരത്തിലിറങ്ങി. ചുരുക്കം ചില സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. അതേസമയം സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർനില കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ കുറവായിരുന്നു. ഞാൻ ഇപ്പോൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ ബസ് ഓടുന്നതാണിപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എറണാകുളത്തെ ബസ്സുകളൊന്നും ഓടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെയും ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ വരുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അവിടുത്തെ ഇപ്പോൾ ട്രാഫിക് ഇന്നെന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഒന്നും പ്രൈവറ്റ് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പബ്ലിക് ഒന്നും ഓടുന്നുണ്ടായില്ല. പതിവ് പോലെ സൌജന്യ യാത്രാസേവനം ഒരുക്കി റെയിൽവേ സ്റ്റേഷനിൽ സന്നദ്ധ സംഘടനകളും മറ്റും സജീവമായിരുന്നു. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. പണിമുടക്കുകളും ഹർത്താലുകളും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള വ്യാപാരികളുടെ കൂട്ടായ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കുന്ന കാഴ്ചകൾക്കാണ് നഗരം സാക്ഷ്യം വഹിച്ചത്. ദേശീയ പണിമുടക്ക് രണ്ടാം ദിനം പിന്നിടുമ്പോൾ ശക്തമായ നിലപാടിലുറച്ച് കേരളത്തിലെ വ്യാപാരികൾ മുന്നോട്ട് തന്നെ. ആദ്യ ദിനത്തിൽ ഭാഗികമായാണ് കടകൾ തുറന്നതെങ്കിൽ രണ്ടാം ദിനത്തിൽ ഭൂരിഭാഗം കടകളും തുറന്നു പ്രവർത്തിച്ചു. കോഴിക്കോട് മിഠായി തെരുവിൽ 90% വ്യാപാര സ്ഥാപനങ്ങളും പതിവ് പോലെ പ്രവർത്തിച്ചു. 4 ഭാഗങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. കോൻകോ ബസാർ, മുതലക്കുളം, കോട്ട് റോഡ് തുടങ്ങി മിഠായി തെരുവിലെ എല്ലാ പ്രവേശന ഭാഗങ്ങളിലും പോലീസ് രാവിലെ മുതൽ തന്നെ കാവലുണ്ടായിരുന്നു. ഹർത്താലുകളും പണിമുടക്കുകളും ബഹിഷ്കരിച്ചുകൊണ്ട് കടകൾ തുറക്കുമെന്ന വ്യാപാരികളുടെ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കിക്കൊണ്ടാണ് പണിമുടക്കിന്റെ രണ്ടാം ദിനം ആരംഭിച്ചത്. ഏത് രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടത്തിയാലും ഇനി അങ്ങോട്ട് ഈ രീതി തന്നെ തുടരാനാണ് തീരുമാനമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മിഠായി തെരുവ് യൂണിറ്റ് പ്രസിഡന്റ് AVM കബീർ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ഹർത്താലിന് ഏത് പാർട്ടി നടത്തിയാലും ഇവിടെയുള്ള കച്ചവടക്കാർ തുറന്നു പ്രവർത്തിക്കും. അടിക്കടി ഉണ്ടാവുന്ന ഹർത്താലുകളും മറ്റ് പ്രതിസന്ധികളും മിഠായി തെരുവിലെ വ്യാപാരികളെ ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിലപാടിലേക്ക് വ്യാപാരികൾ നിർബന്ധിതരായത്. അതേസമയം പൊതുവാഹനങ്ങൾ ഉൾപ്പെടെ പണിമുടക്കിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഭാഗികമായ പ്രതികരണമാണുണ്ടായത്. തുറന്നുവച്ച കടകളിൽ ആളില്ലാത്ത സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ സ്വകാര്യ വാഹനങ്ങളും മറ്റുമുള്ളവർ വളരെ സൌകര്യപൂർവ്വം സാധനങ്ങൾ വാങ്ങിപ്പോകുകയും ഹർത്താൽ ദിനത്തിൽ കടകൾ തുറന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ന് കട തുറന്നുകൊണ്ട് വളരെ ഉപകാരമായിട്ടുണ്ട്. കാരണം ഞങ്ങൾ വിചാരിച്ചില്ല, ഇത്രയും വന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇന്നും ഹർത്താലും സമരവും കൊണ്ട് മനുഷ്യന്മാർ പൊറുതിമിട്ട് നിൽക്കുക. അപ്പോഴാണ് ഇങ്ങനെ നല്ലൊരു സൗകര്യം ചെയ്തു തന്നത്. മിഠായി തെരുവിന് പുറമെ വലിയങ്ങാടിയിലും നഗരത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും കടകൾ തുറന്നിട്ട കാഴ്ചകളാണ് കണ്ടത്. എല്ലാ സ്ഥാപനങ്ങളിലും ഭൂരിഭാഗം തൊഴിലാളികളും ജോലിക്കെത്തിയതും വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകുന്നു. വ്യാപാരികളുടെ ഉറച്ച നിലപാടുകൾക്ക് ഫലമുണ്ടാവുന്ന കാഴ്ചകളാണിത്. കോഴിക്കോട് മിഠായി തെരുവ് ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഭൂരിഭാഗം കടകളും തുറന്നു പ്രവർത്തിക്കുന്നു. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം അരുണിമ, ജില്ലാ വാർത്തകൾ. 48 മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിലും നഗരത്തിലും ബേപ്പൂരിലും പ്രകടനങ്ങൾ നടന്നു. നഗരത്തിൽ ലിങ്ക് റോഡിൽ പൊതുയോഗം ചേർന്നു.
പ്രകടനങ്ങളിൽ തൊഴിലാളി സംഘടനാ നേതാക്കൾ സംസാരിച്ചു. പണിമുടക്കിയവർക്ക് അഭിവാദ്യമർപ്പിച്ച് തൊഴിലാളികളും പ്രകടനങ്ങളിൽ അണിനിരന്നു. ദ്വിദിന ദേശീയ പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടന്നു. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം ലിങ്ക് റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ AITUC നേതാവ് PK നാസർ സ്വാഗതം പറഞ്ഞു. INTUC നേതാവ് K രാജീവൻ അധ്യക്ഷനായിരുന്നു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ അഡ്വക്കേറ്റ് M രാജൻ, EC സതീശൻ, T ദാസൻ, ജാഫർ സക്കീർ, സനൽകുമാർ KP, AM ശ്രീകുമാർ, PP പ്രേമ, ബഷീർ പാണ്ഡികശാല, ബേബി വാസൻ, മുരളീധരൻ, MK ബീരാൻ, KG പങ്കജാക്ഷൻ, അനു, നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഞങ്ങൾ നിശ്ചയിക്കുന്ന സംഘടനകൾ അവർക്ക് മാത്രമാണ് അംഗീകാരം കൊടുക്കുള്ളൂ, അവരാണ് ഞങ്ങൾ പറയുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന ധിക്കാരപരമായ സമീപനം ഉൾക്കൊള്ളുന്ന ഒരു നിയമം പാർലമെന്റിനകത്ത് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. പണിമുടക്കിന്റെ ഭാഗമായി ബേപ്പൂരിലും സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ TK അബ്ദുൽ ഗഫൂർ, N മുഹമ്മദ് നദീർ, KP ഹുസൈൻ, ബഷീർ, നവാസ്, ബാബു, PA റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് തൊഴിലാളികളുടെ സമരം അനാവശ്യമാണെന്ന വ്യവസായ മന്ത്രി EP ജയരാജന്റെ പ്രതികരണം വസ്തുതകൾ പഠിക്കാത്തതിനാലാണെന്ന് സമരസമിതി ജനറൽ കൺവീനർ EC സതീശൻ. ഇടതു സർക്കാർ കൊണ്ടുവന്ന ബിൽ ഇടതു സർക്കാർ തന്നെ അട്ടിമറിക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം ജില്ലാ വാർത്തകളോട് പറഞ്ഞു. നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് 2009 കോൺഗ്രസ് ഫാക്ടറി പൂട്ടിയത്. നടപടി അനധികൃതമാണെന്നാരോപിച്ച് അന്നു മുതൽ തൊഴിലാളികൾ സമരത്തിലാണ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ വിധിയുണ്ടായിരുന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും സമരം തുടരുന്ന സാഹചര്യത്തിലാണ് സമരം അനാവശ്യമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചത്. ഇത് മന്ത്രിയുടെ അറിവില്ലായ്മ കൊണ്ടാണെന്നും സമരത്തെ സംബന്ധിച്ച് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും സമരസമിതി ജനറൽ കൺവീനർ EC സതീശൻ പറഞ്ഞു. മന്ത്രി അതും കോഴിക്കോട് വന്ന് ഇത്തരത്തിലൊരു അനാവശ്യമായ പ്രസ്താവന നടത്തിയിരിക്കുക. അവിടെ പത്രസമ്മേളനമായിരുന്നില്ല, ഒരു അദാലത്തിൽ വന്ന് കോൺഗ്രസിന്റെ സ്ഥലമുണ്ട് എന്ന് ഏതോ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഉടനെ തന്നെ ആളിളകി നേരത്തെ ഒരു പ്ലാൻ ചെയ്ത് വന്ന് കാര്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. തൽപര കക്ഷി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കോംട്രസ്റ്റ് കെട്ടിടത്തിനും സ്ഥലത്തിനും മീതെ ഇപ്പോഴും ഭൂമാഫിയയുടെ കണ്ണുണ്ട്. ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ ഏറ്റെടുക്കൽ ബിൽ നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതിലിപ്പോഴും ഭൂമാഫിയ കണ്ണു നട്ടിരിക്കുകയാണ്. പല ഉന്നതന്മാർക്ക് അതിൽ പങ്കുണ്ട്. അത് ഇന്നൊന്നിലും ഉള്ള ഒരു വിഷയമല്ല. ആരംഭം മുതൽ ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂമാഫിയ കണ്ണുവെച്ച് ആ സ്ഥലം മുഴുവൻ തട്ടിയെടുക്കാനുള്ള നിഗൂഢമായ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയെ മുഴുവൻ പൊളിച്ചാണ് ഈ ഒരു ലക്ഷ്യം കൈവരുത്താൻ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സാഹചര്യത്തിൽ മന്ത്രി കുറേയും കൂടിയും വിവേകത്തോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം അത്തരം ഒരു വിവേകം കാണിച്ചില്ല എന്നുള്ളത് അതീവ ദുഃഖത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. 107 തൊഴിലാളികളാണ് ഇപ്പോഴും സമരത്തിലുള്ളത്. വാർത്തകളിൽ ഇടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് ഡിസംബർ 1 മുതൽ 31 വരെ ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. ചരിത്ര നഗരിക്ക് ആഘോഷമധുരിമ സമ്മാനിച്ചുകൊണ്ടിത് തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫൺവേൾഡ് ബാംഗ്ലൂരുമായി കൈകോർത്തുകൊണ്ട് സമർപ്പിക്കുന്നു മഴവിൽ കാർണിവൽ. മഴവിൽ കാർണിവൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഡിസംബർ 14 മുതൽ. പ്രദർശനം
എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. കൺസ്യൂമർ സ്റ്റാളുകൾ, ഓട്ടോ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ആനിമട്രോണിക് ആനിമൽസ് തുടങ്ങി കാണാനും അറിയാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും നിരവധി വിസ്മയങ്ങളുമായി മഴവിൽ കാർണിവൽ ഡിസംബർ 14 മുതൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവാസി ഭാരത് ദിവസ് ആചരിച്ചു. KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പൊരുതാത്തവരാണ് പ്രവാസികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രഥമ പ്രവാസിയായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ ജനുവരി 9-നാണ് പ്രവാസി ഭാരത് ദിവസ് ആചരിക്കുന്നത്. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവാസി ഭാരത് ദിവസ് ആചരിച്ചു. DCC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വാർത്ഥലാഭത്തിന് വേണ്ടി പൊരുതാത്തവരാണ് പ്രവാസികളെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവിപത്തായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ രക്ഷിക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. സ്വാർത്ഥലാഭത്തിന്റെ അടിമകളല്ലാത്ത, സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പൊരുതാത്ത, സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്താത്ത ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, എന്റെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. ആത്മബോധത്തോടുകൂടി, തികഞ്ഞ ആത്മാഭിമാനത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചരിത്രം നമ്മുടെ മുമ്പിൽ വഴികാട്ടിയായിട്ടുണ്ട്. ചരിത്രം നമ്മുടെ മുമ്പിൽ മാർഗദർശിയായിട്ടുണ്ട്. ആ മാർഗദർശിത്വത്തിന് നമുക്കാരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല, നമുക്കാരുടെ മുമ്പിലും പഞ്ചമുച്ച മടക്കേണ്ടി വരില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ശില്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, അതുപോലെ പട്ടേൽ തുടങ്ങി നിരവധി നേതാക്കന്മാരാണ്. പരിപാടിയിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ് അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി P മുഹമ്മദ് കോയ, സംഘടനാ ഭാരവാഹികളായ സജി പോൾ, SK അബൂബക്കർ, EV ഉസ്മാൻ കോയ, ത്രേസ്യ ഡയസ്, ഫിറോസ് പൂളക്കുന്നേൽ, കുഞ്ഞൂട്ടി പൊന്നാട്, ബീരാവുണ്ണി കരിവേപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഗുജറാത്തി സ്ട്രീറ്റിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധവുമായി ഗുജറാത്തി മാർവാറി സമൂഹം. പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സംഘടിച്ചെത്തിയ ഗുജറാത്തി സമാജ് അംഗങ്ങൾ കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചു. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന ബാലാജി കൊട്ടേച്ചാസിന് നേരെയാണ് കരിയോയിൽ ആക്രമണവും കല്ലേറുമുണ്ടായത്. ആക്രമണം നടത്തിയ ആളുടെ ദൃശ്യം CCTVയിലുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ടെത്തി വ്യാപാരം ചെയ്ത് ജീവിക്കുന്നവരാണ് ഗുജറാത്തി മാർവാറി സമൂഹം. ഇവർക്കെതിരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ചും പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഗുജറാത്തി മാർവാറി ബോറ ജനവിഭാഗങ്ങൾ സംഘടിച്ചത്. സംഘടിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കമ്മീഷണർക്ക് പരാതി നൽകി. വർഷങ്ങളായി ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തങ്ങൾക്ക് സ്വസ്ഥവും സ്വൈരവുമായ ജീവിതം ഉറപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കൊന്നും അറിയില്ല, സംശയ കാര്യം ഞങ്ങൾക്കൊന്നും അറിയില്ല. ബിക്കോസ് വി ഡു നോട്ട് നോ വാട്ട് ഹാപ്പൻ. ഓൺലി ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. സോ വി ആർ റിക്വസ്റ്റിംഗ് ദി പോലീസ് ആൻഡ് ദി അഡ്മിനിസ്ട്രേഷൻ. ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി അവിടെ ബിസിനസ് ചെയ്യുന്ന വന്ന് പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് ആയിട്ട് ഞങ്ങൾ ഒരു ബന്ധമില്ല കാര്യമായിട്ട്. They said they will look after, or don't worry, we will take care of you. You are part and parcel of the society. നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾ പോലീസായിട്ട് കിട്ടിയാൽ they said don't worry. നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതായും ഈ ആവശ്യമുന്നയിച്ച് മേയർക്കും കളക്ടർക്കും പരാതി സമർപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി കോഴിക്കോടിന്റെ ഭാഗമായി ജീവിക്കുന്ന ഗുജറാത്തി വ്യാപാരിക്കെതിരെ നടന്ന ആക്രമണത്തെ ആശങ്കയോടെയും ഗൌരവത്തോടെയുമാണ് ഗുജറാത്തി മാർവാറി സമൂഹം വിലയിരുത്തുന്നത്. കൊയിലാണ്ടി പന്തലായനി തേവർ വയൽ തോട് നിർമ്മാണത്തിന് തുടക്കം. 25 ലക്ഷം ചെലവഴിച്ച് ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ 2.2 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം. കെ ദാസൻ MLA നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭയിലെ പന്തലായനി തേവർവയലിലൂടെ കടന്നുപോകുന്ന വിയ്യൂർ കൂമന്തോടിന്റെ നവീകരണ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. തരിച്ചുകിടന്ന തേവർപ്പാട് ശേഖരം കഴിഞ്ഞ വർഷത്തോടെയാണ് കൃഷിയോഗ്യമാക്കിയത്. ഹരിത കേരള മിഷന്റെയും കൊയിലാണ്ടി നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. തേവർപ്പാടം ബ്രാൻഡ് അരിയും സമിതി വിപണിയിൽ ഇറക്കിയിരുന്നു. ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് കൃഷി വിപുലീകരണത്തിനായി വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ തോട് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാടശേഖരം മുഴുവനായി കൃഷിയിറക്കാനാവുന്ന സന്തോഷത്തിലാണ് ഇവിടുത്തുകാർ. 2.2 കിലോമീറ്റർ നീളത്തിലും 1.5 മീറ്റർ വീതിയിലുമാണ് തോടിന്റെ ഇരുവശത്തുമായി കരിങ്കല്ല് കൊണ്ട് കെട്ടി പാടത്ത് ജലം ക്രമീകരിക്കാനും പദ്ധതിക്കാവുന്നതായി കെ ദാസൻ MLA പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലം കൂടി സൈഡ് പ്രൊട്ടക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം സുഗമമായി ഒഴുക്കാനും ആവശ്യത്തിന് നമുക്ക് തടഞ്ഞു നിർത്തി
ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന നിലയ്ക്ക് ഇതിലേക്ക് വെള്ളം കൃഷിയിലേക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത പദ്ധതിയിലേക്ക് കടക്കുകയാണ്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തുടർന്ന് മറ്റ് ഫണ്ടുകളും ഇതിനായി ചെലവഴിച്ച് പ്രവൃത്തികൾ നടത്താൻ സാധിക്കും. നഗരസഭാ ചെയർമാൻ കെ സത്യൻ, കൌൺസിലർ രാംദാസ്, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേമാനന്ദൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജീവൻ എന്നിവർ സംസാരിച്ചു. വില്ലുവണ്ടി സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി നഗരത്തിൽ യോഗവും തെരുവ് നാടകവും അവതരിപ്പിച്ചു. PUCL സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയ വില്ലുവണ്ടി സാംസ്കാരിക സമിതി പ്രവർത്തകർക്കു നേരെ സംഘപരിവാർ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി നേതൃത്വത്തിൽ നഗരത്തിൽ തെരുവ് നാടക അവതരണവും യോഗവും സംഘടിപ്പിച്ചത്. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പരിപാടി PUCL സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ ഒത്താശയോടുകൂടി ഹിന്ദുത്വ ശക്തികൾ അതിനെ നേരിടുകയുണ്ടായി. ഇന്ന് വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് ഹിന്ദുത്വ ശക്തികൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകിക്കൊണ്ട് അവർക്കെതിരെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഇവിടെ നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ചിരിക്കുന്നു. കേരളം നമ്മുടേതാണ്. കൺവീനർ S. രവി അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ഹരി, ഷാജി KP, ജിഷാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഞാറ്റുവേല സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ കബഡി കബഡി തെരുവ് നാടകവും അരങ്ങേറി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. രോഗം വന്ന് കൂമ്പടഞ്ഞ് വാഴയാണിത്. ഈ അഗ്രോകെയർ ഉപയോഗിച്ച ശേഷമാണ് കൊലച്ചത്. വാഴപ്പോളയ്ക്ക് ഈ ചുവപ്പ് നിറം വരുന്ന കൊക്കാൻ രോഗമുണ്ട്. അത് വന്ന വാഴയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഈ വാഴയ്ക്ക് അഗ്രോകെയർ ഒഴിക്കാൻ മരുന്നടിക്കാൻ തുടങ്ങിയ ശേഷം ഇതിനകത്ത് പന്നി തീരെ വരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഈ വാഴയെല്ലാം കുത്തി പന്നി നശിപ്പിച്ച് കളയാറുണ്ട്. ഹോമിയോ അഗ്രോകെയർ ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058 9495977058. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. ജനുവരി 5 മുതൽ 13 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോഴിക്കോട് റാം മോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഒപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ ഡിസ്കൗണ്ടുകളും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കലാ സാംസ്കാരിക മത്സരങ്ങളും ബോധവൽക്കരണങ്ങളുമായി ഫ്രാൻസിസ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഘം വിപുലമായി നടന്നു. പ്രസിഡന്റ് EV ഉസ്മാൻ കോയ അധ്യക്ഷം വഹിച്ച പരിപാടി കൌൺസിലർ PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഗമം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചാലപ്പുറം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് EV ഉസ്മാൻ കോയ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി K. ഹസൻ കോയ, U. കുഞ്ഞാലി, മമ്മു ഹാജി, K. പ്രശാന്ത്, VKB റസാഖ്, റാസിദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജീവിതചര്യയും ആരോഗ്യവും കുടുംബവും എന്ന വിഷയത്തിൽ ഡോക്ടർ CM അബൂബക്കർ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് റെസിഡൻസ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബൈക്ക് സ്വകാര്യ പണമിടപാട് സ്ഥാപനം പിടിച്ചെടുത്തതായി ആരോപണം. വീഴ്ച വന്ന തുക അടയ്ക്കാൻ തയ്യാറാണെന്ന് എഴുതി നൽകിയിട്ടും ബാങ്ക് ബൈക്ക് പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് കല്ലായി സ്വദേശി ഫസിൽ മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരിച്ചടവ് 3 തവണ മുടങ്ങിയതിന്റെ പേരിൽ വായ്പാ തുക ഉപയോഗിച്ച് വാങ്ങിയ ബൈക്ക് ബാങ്ക് ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുത്തതായി ആരോപണം. കല്ലായി PM ഹൌസിൽ ഫാസിൽ മുഹമ്മദാണ് സ്വകാര്യ ബാങ്കിന്റെ നടക്കാവ് ശാഖ തന്നെ വേട്ടയാടുന്നതായി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് 14 ലക്ഷം രൂപ വിലയുള്ള ഹാർഡ്ലി ഡേവിസൺ ബൈക്കാണ് വാങ്ങിയത്. 25,200 രൂപയാണ് തിരിച്ചടവിന്റെ മാസത്തവണ. നിപായും പ്രളയവും മൂലം
ബിസിനസ്സിൽ ചെറിയ ഇടിവ് വന്നതിനാൽ 3 അടവ് മുടങ്ങി. ഇതോടെ ബാങ്ക് ഗുണ്ടകളെ വിട്ട് ഉമ്മയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി. വീഴ്ച വന്ന തുക അടയ്ക്കാൻ തയ്യാറാണെന്ന് എഴുതി നൽകിയിട്ടും ബാങ്ക് ബൈക്ക് പിടിച്ചെടുത്തു. അതേസമയം അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് EMI ഈടാക്കുന്നുണ്ട്. വാഹനം ലേലത്തിൽ വിൽക്കുമെന്നാണ് ബാങ്ക് പറയുന്നതെന്നും ഫസിൻ ആരോപിച്ചു. CPM BJP അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ സമാധാന സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. CPM BJP അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സമാധാന സന്ദേശ സദസ്സ് KPCC നിർവാഹക സമിതി അംഗം ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും സമാധാന അന്തരീക്ഷം തകർത്ത് നിയമം കയ്യിലെടുത്ത് മുമ്പോട്ട് പോയത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് രണ്ട് കക്ഷികളും കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിച്ചത് എന്ന് നമുക്കറിയാം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുലർത്തിപ്പോരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നുള്ള കാര്യം കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം അറിയേണ്ട കാര്യമില്ല. ബ്ലോക്ക് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ രാധാകൃഷ്ണൻ, P കുഞ്ഞിമൊയ്തീൻ, MP ജനാർദ്ദനൻ, T ശിവദാസൻ, കരിച്ചാലി പ്രേമൻ, AM അനിൽകുമാർ, T പുരുഷു, അസൻ നല്ലളം, മുരളി ബേപ്പൂർ, ഹെബീഷ് മാമ്പയിൽ, സുബൈർ കളത്തിൽ, മലയിൽ ഗീത, AV ഗിരീഷ്, C താജുദ്ദീൻ, ഷെറീഫ് നല്ലളം, രാജീവ് തിരുവച്ചിറ, K വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു. മലബാർ മേഖലയിലെ ടൂറിസം വികസനം കാര്യക്ഷമമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി മലബാർ ടൂറിസം സൊസൈറ്റി രൂപീകരിച്ചു. ജനുവരി 10 സൊസൈറ്റിയുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലബാർ മേഖലയിലെ വിനോദസഞ്ചാര വികസനത്തിനായി മലബാർ ടൂറിസം സൊസൈറ്റി രൂപീകരിക്കുന്നു. ട്രാവൽ ഏജന്റുമാർ, ടൂർ ഓപ്പറേറ്റർമാർ, വിമാന കമ്പനികൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ആശുപത്രികൾ, ടാക്സി ബുക്കിംഗ് സ്ഥാപനങ്ങൾ എന്നിവരെ അംഗങ്ങളാക്കി തുടങ്ങുന്ന സൊസൈറ്റിയുടെ ഉദ്ഘാടനം 10 വൈകിട്ട് 4 മണിക്ക് അൽഹിന്ദ് കൺവെൻഷൻ സെന്ററിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. ഈ വർഷം മുതൽ മലബാർ ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് പ്രസിഡന്റ് MPM മുബഷീർ, ജനറൽ സെക്രട്ടറി CV സാജൻ എന്നിവർ പറഞ്ഞു. മലബാറിലെ അറിയപ്പെടാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനും ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ വിപുലീകരണവും മുഖ്യ ലക്ഷ്യമാണ്. ആരോഗ്യ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടുതലായി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്മാർഗ് ദർശിനി വായനശാലയുടെ കലാസന്ധ്യയും സാംസ്കാരിക സമ്മേളനങ്ങളും നടന്നു. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി റോഡ് സന്മാർഗ് ദർശിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ സന്മാർഗ് ദർശിനി നഗരത്തിന്റെ അഭിമാനമാണെന്ന് മേയർ പറഞ്ഞു. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ മനുഷ്യനെ കടന്നു വരാനുള്ള ഒരു സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള അപൂർവം ഇതേപോലെയുള്ള കേന്ദ്രങ്ങളെ ഇന്ത്യയിലുണ്ട്. പ്രസിഡന്റ് KP പ്രഭാകരൻ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ P കിഷൻചന്ദ്, K പത്മനാഭൻ, K സുരേന്ദ്രനാഥ്, പ്രേംകുമാർ, VP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ പ്രവേശന പരീക്ഷാ ജേതാക്കൾക്കും സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ മികവ് നേടിയവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ലൈബ്രറിക്ക് കീഴിൽ പ്രവർത്തനം തുടങ്ങിയ വോയിസ് ഓഫ് സന്മാർഗ് ദർശിനിയുടെ നേതൃത്വത്തിൽ ലൈവ് ഓർക്കസ്ട്ര അരങ്ങേറി. പഴയകാല ഗാനങ്ങൾ കോർത്തിണക്കി സൃഷ്ടി, അനഘ, അഷിൻ, ഹൃദ്യ, മാളവിക, ഉന്മേഷ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ആഘോഷങ്ങൾ ഞായറാഴ്ച സമാപിക്കും. വേങ്ങേരി പുതുയുഗ ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാഞ്ഞിരവയൽ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് കേരള വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ പ്രറ്റിൻ K പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വേങ്ങേരി പുതുയുഗ ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാഞ്ഞിരവയൽ മിനി സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ അണിനിരന്നു. കേരള വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ പ്രറ്റിൻ K പ്രകാശ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു.
ഗവൺമെന്റ് ഹോമിയോ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ KL ബാബു, മാസ്റ്റർ സാനത്ത്, നേഹ എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനം കോഴിക്കോട് ജില്ലയിൽ സമ്മിശ്ര പ്രതികരണം. കടകൾ ഭൂരിഭാഗവും തുറന്നു, വാഹനങ്ങളും നിരത്തിലിറങ്ങി. പണിമുടക്കിന് അഭിവാദ്യമർപ്പിച്ച് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പ്രകടനങ്ങൾ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പ്രവാസി ഭാരത് ദിവസ് ദിനാചരണം. ഗുജറാത്തി സ്ട്രീറ്റിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെയുണ്ടായ കരിയോയിൽ ആക്രമണത്തിൽ ഗുജറാത്തി സമൂഹത്തിന്റെ പ്രതിഷേധം. കമ്മീഷണർക്കും കലക്ടർക്കും മേയർക്കും പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.